മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ബംഗളൂരുവിൽ ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, ബംഗളൂരുവിൽ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. ടൗൺ ഹാളിൽ അവിടെ ഒരു ഗ്യാതറിംഗ് നടത്തുന്നതിന് വേണ്ടി, ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, പബ്ലിക് ഗ്യാതറിംഗ് നടത്തുന്നതിന് വേണ്ടിയായിരുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയായിരുന്നു. പക്ഷേ അതിന് കർണാടക പോലീസ്, ബംഗളൂരു പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ അനുവദിക്കില്ല, അങ്ങനെ അവിടെ ഒരു കൂടിച്ചേരൽ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ BJPയെ അൺഫോളോ ചെയ്യണമെന്നുള്ള ആവശ്യം കൂടി വരുന്നുണ്ട്. പക്ഷേ അവിടെ കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ കോൺഗ്രസും അത് ഇവരുടെ ഈ കൂട്ടായ്മ അത് ശരിയല്ല എന്നുള്ള ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. രാഹുൽ, അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വ്യവസ്ഥാപിതമായ എല്ലാ പാർട്ടികൾക്കും ഒരുപക്ഷെ ഇവരോട് പേടിയും ഭയവും ഒക്കെ കാണുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കാര്യം വ്യവസ്ഥാപിതമായ എല്ലാ പാർട്ടികൾക്കും ഇതൊരു അപകടമാണ്. ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, ജനാധിപത്യത്തെ ഡീമീൻ ചെയ്യരുത്. ജനാധിപത്യത്തെ മോശമായി ചിത്രീകരിക്കാത്ത എല്ലാ പാർട്ടികളോടും നമ്മൾ പ്രോത്സാഹനജനകമായ സമീപനം തന്നെ എടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, BJPയും കോൺഗ്രസും അടക്കമുള്ള മുഖ്യധാരാ പാർട്ടികളെ 7 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും മറികടന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു ഫീറ്റാണ്. ഇത് നമ്മുടെ യുവതയുടെ എനർജിയാണ്. അവരുടെ പബ്ലിക് പൊസിഷൻസ് അറിയണം, അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്ന് അറിയണം, ഐഡിയോളജിക്കൽ ഗ്രൗണ്ടിങ് എന്താണെന്ന് അറിയണം, അതൊക്കെയുണ്ട്. പക്ഷെ അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള രാജ്യത്തിന്റെ മനസ്സ് അവർ ഉണർത്തിയെന്ന് കാണണം. നമ്മൾ വ്യാപകമായി അവർ പാകിസ്ഥാനികളാണ്, ബംഗ്ലാദേശികളാണ്, ടർക്കിയാണ്, ഇത് CAAയുടെ ഡീപ് സ്റ്റേറ്റ് പ്രൊജക്ട് ആണ് എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ വേറൊരു പ്രയോഗം വന്നു. അതിൽ നമ്മുടെ യുവത കോക്രോച്ചുകളാണ് എന്നുള്ളൊരു പ്രയോഗം വന്നു. ആ പ്രയോഗത്തിൽ മനം നൊന്ത് ചില ആൾക്കാർ അതിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു പ്രയോഗം, പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ പറഞ്ഞ വിഷമം ഉണ്ടാവില്ല. പക്ഷെ ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു പ്രയോഗം വന്നപ്പോൾ യുവതലമുറയിലെ ഒരുപാട് പേർക്ക് വേദനയുണ്ടായി. കാര്യം അവർക്കൊരു പേഴ്സണൽ ഇൻസൾട്ടായി തോന്നി. അതിൽ നിന്ന് അതിശക്തമായ ഒരു പ്രതിഷേധവും പ്രതിരോധവും രൂപപ്പെടുത്തുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി അടക്കമുള്ള വിപ്ലവങ്ങൾ ഇങ്ങനെയല്ലേ വന്നത്. അതിനൊരു ഗാന്ധിയൻ, അണ്ണാ ഹസാരയുടെ ഓറ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമുക്ക് 2 സമീപനങ്ങളാണ് യൂഷ്വലി ഗവൺമെന്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇവരെ ഇഗ്നോർ ചെയ്യും, നെഗ്ലക്ട് ചെയ്യും, അവഗണിക്കും. അല്ലെങ്കിൽ ഇവർ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യും. അതിനപ്പുറം ഇവരെ ചേർത്ത് നിർത്തുകയും ഇവരുടെ കൺസേൺസ് വളരെ സീരിയസ് ആയി കേൾക്കുകയും അല്ലേ വേണ്ടത്. ശ്രീ മഞ്ജുഷ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സീരിയസ് ആയ ഒരു പോയിന്റ് ആണ് ഇവരുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇവർ റേസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണക്കാരുടെ അവസാന ആശ്രയങ്ങൾ കോടതികളാണ്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, കോടതികളിൽ പല ആൾക്കാരും കോടതിക്ക് ശേഷം തങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷം കിട്ടുന്ന പോസ്റ്റിങ്ങിന് വേണ്ടി പല കാര്യങ്ങളും പല രീതിയിലും ശരിയല്ലാത്ത രീതി ചെയ്യാറുണ്ട്. അതിനപ്പുറം പറഞ്ഞാൽ കോടതി ഇലക്ഷൻ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് ശബരിമല കേസ് 2018 ചവറ്റുകുട്ടയിൽ എറിയണമായിരുന്നു. ആ ചവറ്റുകുട്ടയിൽ എറിയണം എന്ന് പറയുന്ന കേസിനെയാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ശബരിമലക്കെതിരെ വിധിയാക്കി മാറ്റിയത്. അപ്പോൾ ജുഡീഷ്യറിയിലുള്ള കറപ്ഷൻ, ജുഡീഷ്യൽ റിഫോം തുടങ്ങിയ പല ആവശ്യങ്ങളെ ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകണ്ട. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ ആവശ്യങ്ങളും ഇവർ ഉന്നയിക്കുന്ന ഇവരുടെ ഈ പ്രസ്താവനകളും ഇതല്ല ഈ സുരക്ഷാ ഏജൻസികൾ ഗൗരവത്തോടെ കാണുന്നത് എന്നാണ്. ഗൗരവത്തോടെ കാണുന്ന താങ്കൾ പറഞ്ഞ നേരത്തെ പോയിന്റാണ്, ഈ 2-3 ദിവസം കൊണ്ട് എങ്ങനെ ഇത്രയും അംഗങ്ങൾ വന്നു എന്നുള്ളതാണ്. അതാണ് എവിടെ നോക്കിയാണ് ഈ അംഗങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള കണ്ടെത്തലുകളിലേക്ക് പോയിരിക്കുന്നത്. അതാണല്ലോ ഈ രാജ്യസുരക്ഷ എന്നുള്ളത്. അതൊരു ബ്രാൻഡിംഗ് ആയിട്ട് എന്തുകൊണ്ട് താങ്കൾ കാണുന്നു? ഈ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്നുള്ള കാര്യം ഒരു ബ്രാൻഡിംഗ് ആയിട്ട് എങ്ങനെ കാണുന്നു താങ്കൾ? 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, ഇടതുപക്ഷ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എന്ത് പറഞ്ഞാലും ഒരു പറയും മതേതരത്വത്തിനെതിരാണ്. ഇതാണ് അവരുടെ ഒരു സ്ഥിരം ക്യാച്ച് ലൈൻ. അതേപോലെ നമ്മുടെ വലതുപക്ഷത്തെ സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞാലും ദേശസുരക്ഷയ്ക്ക് പ്രശ്നമാണെന്ന് പറയും. നമ്മുടെ മീഡിയ വണ്ണിനെ ബാൻ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി പോയി ഒരു സീക്രട്ടായ IB റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു അത് കൈ വെച്ചിരുന്നാൽ മതി, അങ്ങനെ എന്തെങ്കിലും IB റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ബാൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഏറ്റവും ബഹുമാനമേ ഉള്ളൂ ഇരിക്കുന്ന പാർട്ടി. അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെയാണ് പലപ്പോഴും ഇത് എഴുതാറുള്ളത്. അതായത് സീക്രട്ടീവായ IB റിപ്പോർട്ട് ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നും. പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ ഇരിക്കുന്ന ഒരു പോലീസുകാരന്റെ അസസ്മെന്റ് അത്രേ ഉള്ളൂ. അതിനപ്പുറം വലിയ പ്രസക്തിയും പ്രാധാന്യമൊന്നും ഇതിനില്ല. അല്ലെങ്കിൽ ഈ 7 ദിവസം കൊണ്ട് എന്ത് രാജ്യസുരക്ഷയ്ക്ക് പ്രശ്നം അവരുണ്ടാവുന്നത്? അതായത് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ കൊണ്ട് വേദന തോന്നുന്നു ഒരാള് ഒരു പോസ്റ്റ് ഇടുന്നു, അതിന് ആയിരക്കണക്കിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, അതൊരു പാർട്ടി ആയിട്ടോ മൂവ്മെന്റ് ആയിട്ടോ വളരുന്നു. എന്ത് ദേശസുരക്ഷയ്ക്ക് അപകടമാണ്? ദേശസുരക്ഷയ്ക്ക് അപകടകരമല്ല എന്നുള്ളതാണ് രാഹുലിന്റെ വാദം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.